ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു അല്ലേലൂയ. മാർഗം, ദ വേ, ഫ്രം ആഷസ് ടു അല്ലേലൂയ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ്. അങ്ങനെ പറഞ്ഞാണ് അച്ഛൻ തുടങ്ങുന്നത്. അപ്പം വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ്, ഓക്കെ, വൺ ഹാൻഡ് ഹോൾഡിങ് ഫാദർ ജീസസ്. അങ്ങനെ ഒരു ഫീലിലാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന വ്യഥയുടെ പാരമ്യത്തിൽ അത് അബാൻഡൻമെന്റ് ആണ്. ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന വ്യഥയുടെ പാരമ്യം, ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവം, അതിൻ്റെ വ്രണിത വേദന മുഴുവൻ മുഴങ്ങുന്ന ഒരു വിലാപമാണ് നമ്മൾ കേട്ടത് എന്ന് കാൽവരിയിൽ. ആ പറയുന്നത് സങ്കീർത്തനം 22 പൊതുജനങ്ങളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ സ്ഥാനമാനത്തെ പേടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, വാഷിംഗ് ഓഫ് വൺസ് ഹാൻഡ്സ്. അത് ഇന്ന് നമുക്ക് രാഷ്ട്രീയ, സാമൂഹ്യ എല്ലാ മണ്ഡലത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട്, എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ, സ്നേഹം വിളമ്പിത്തരാൻ ഒരാളുണ്ട് എന്ന ബോധ്യത്തിൽ ഏതു സഹനവും നമ്മൾ അതിജീവിക്കും. പക്ഷേ അതും കൂടി ഇല്ലാതായി പോകുമ്പോഴോ, when love is absent, സ്നേഹം കാണാനില്ലാതായി പോകുമ്പോൾ, അതായത് കൈൻഡ് ഓഫ് ഹാർട്ട് ടു ഹാർട്ട് ടോക്ക്. അപ്പോൾ നമുക്കതങ്ങോട്ട് വല്ലാത്തൊരു റിസപ്റ്റീവ് മൈൻഡിലാണ് നമ്മളത് തന്നെ സ്വീകരിക്കുന്നത്. കാണാതെ പോയ ആടിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അത് പെട്ടുപോയ കുറ്റിക്കാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആടിൻ്റെ ദേഹത്ത് മുറിവേൽക്കാതിരിക്കാനായിട്ട് ഈ ആട്ടിടേൻ ഇങ്ങനെ കോരിയെടുക്കുന്നു. അപ്പോൾ ആ മുള്ളും വേദനയും എല്ലാം ആട്ടിടേനാണ് കിട്ടുന്നത്. എന്തൊരു once I traveled through this margam, see now it is not loneliness, I am experiencing, but it is solitude. It is intellectually rigorous ആണ്, പക്ഷേ ഇമോഷണലി അപ്പീലിംഗ് ആൻഡ് സ്പിരിച്വലി എൻലൈറ്റനിങ്. എല്ലാം കുരിശിലേൽപ്പിക്കുക, ആ ഒരു ചിന്ത ബ്യൂട്ടിഫുള്ളി ഹി ഹാസ് കൺവേഡ് ത്രൂ ദിസ് മാർഗം. അപ്പോൾ ഇത് വായിക്കും തോറും നമുക്ക് ഇതിനോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടിക്കൂടിയാണ് വരിക. അതുകൊണ്ട് ഞാൻ പറയും, എല്ലാവരും ഇത് വാങ്ങിക്കണം. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി a good keepsake and a perfect gift. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചില പുസ്തകങ്ങൾ അറിവ് നൽകുന്നു, ചില പുസ്തകങ്ങൾ നൽകുന്നത് ഉൾക്കാഴ്ചകളാണ്. അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് ഫാദർ ജിസൺ പോൾ വേങ്ങാശ്ശേരിയുടെ മാർഗം എന്ന് പറയുന്നത്. 2026 നോമ്പുകാല ദിനങ്ങളിൽ ഫീഡ് മൈ ഷീപ്പ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഫാദർ ജിസൺ പോൾ വേങ്ങാശ്ശേരി പങ്കുവച്ച ചില നോമ്പുകാല ധ്യാന ചിന്തകളുണ്ട്. അതിൻ്റെ ഒരു സമാഹാരമാണ് ഈ മാർഗം എന്ന് പറയുന്ന പുസ്തകം. ഇതിൻ്റെ പ്രകാശനത്തിൽ പങ്കാളിയാകുവാൻ എനിക്കും സാധിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അതിനേക്കാൾ ഉപരി ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ വളരെയധികം അധ്വാനിച്ച ഒരു വ്യക്തിത്വമാണ്. അസംഷൻ കോളേജിൻ്റെ ഇംഗ്ലീഷ് വിഭാഗം റിട്ടയർ HOD ശ്രീമതി റോസമ്മ ടീച്ചറാണ്. ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വളരെ കാഷ്വലായി ഈ പുസ്തകത്തിനെ കുറിച്ച് ഒന്ന് സംസാരിക്കുവാനാണ്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് മലയാളം പതിപ്പുകൾ പലരും ഓർഡർ ചെയ്തു, പലരിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഇത് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫീഡ് മൈ ഷീപ്പിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് 9847984746 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഓരോ വരികളും ഓരോ ധ്യാനങ്ങളായിട്ടാണ് തോന്നിയത്. ഒരു വരി തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും കൂടുതൽ ആഴങ്ങളിലേക്ക്, ധ്യാനങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായി. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ടീച്ചർ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനിച്ച ആളാണ്. ഈ വരികളൊക്കെ ടീച്ചർ പല ആവർത്തി തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ കറക്ഷനും ചെക്കിങ്ങിനും ഒക്കെ ആയിട്ട്. വായനക്കാരിലേക്ക് ഇതിൻ്റെ ഒരു ഉൾസത്ത കൃത്യമായി എത്തിക്കുവാൻ ടീച്ചറിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ടീച്ചറിന് ഇതിനെക്കുറിച്ച്
പൊതുവായി എന്താണ് ഈ ബുക്കിനെ കുറിച്ചൊന്ന് സംസാരിക്കാനുള്ളത്? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ ഇത് ഒരുപാട് ഉൾക്കാഴ്ച തരുന്നതായിട്ട് തോന്നി എന്ന്. ആക്ച്വലി ഇത് ഈ മാർഗം എപ്പിസോഡ് തുടങ്ങിയ അന്ന് മുതൽ എല്ലാ എപ്പിസോഡ്സും 50 എണ്ണോ ഒരെണ്ണം പോലും വിടാതെ കാണുകയും അതുപോലെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ അന്ന് തൊട്ടേ ഇതിൽ അത്ര ആഴത്തിൽ പറഞ്ഞില്ലേ, അത് നമ്മൾ ലെൻറ്റ് സീസണിൽ ഒരുപാട് ടോക്കുകൾ കേൾക്കാറുണ്ട്. ബട്ട് ദിസ് വൺ വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻ ദ സെൻസ് it was really, we were making a spiritual pilgrimage to Calvary holding Father Jason Paul's hands. So see, Father Jason's charisma, through his charisma he was not simply preaching or he was not simply trying to teach us something. It was nothing like that. He was really inspiring. He was inspiring and guiding us. ഓരോ ദിവസവും എടുക്കുന്നത് ഒരു ചെറിയ എപ്പിസോഡായിരിക്കും. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് പലരിൽ നിന്നുമൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ഹിസ് തോട്ട് സീക്വൻസ് പോകുന്നത് നമ്മളാരും വിചാരിക്കാത്ത തലത്തിലേക്കാണ്. അതിലാണ് അതിൻ്റെ ആ ഡെപ്ത് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഓരോ ഇതിലിപ്പോൾ ഈ മാർഗം ഇത് എഡിറ്റ് ചെയ്യുന്നതിലും പ്രൂഫ് റീഡിങ്ങിലും ഒക്കെ ഞാൻ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. കാരണം അത് അത്രത്തോളം അത് ഇഷ്ടപ്പെട്ടാണ് അത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോൾ എല്ലാ ചാപ്റ്ററും കേട്ടോ, ഓരോ ചാപ്റ്ററും ഇറ്റ് ഈസ് സോ ഇംപ്രസീവ്ലി സെറ്റ്. He has Father Jason has got a particular way of saying, in the sense, you know, he will be making word pictures. He makes us visualize. Yes. അപ്പോൾ ഒരു എപ്പിസോഡ് അത് കേട്ട് കഴിഞ്ഞാലും, ഇനിയിപ്പോൾ ഇത് വായനക്കാരിലേക്ക് എത്തുമ്പോൾ ഒരു എപ്പിസോഡ് ഇത് വായിച്ച് കഴിഞ്ഞാലും ഇറ്റ് വിൽ റിമെയിൻ ഡീപ്പ് ഇൻ ദിയർ മൈൻഡ്സ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. And also I think we feel we are a part of it, of that scene. And നമുക്കത് വി ആർ റിയലി എക്സ്പീരിയൻസിങ് ഇറ്റ്. നമ്മൾ ഒന്ന് കേൾക്കുന്നു, കേട്ട് ഇത്തിരി കുറച്ച് നേരമൊക്കെ അത് ചിന്തിക്കും, പിന്നെ അതങ്ങും പോവും. ഇതങ്ങനെയല്ല, ഇത് ഇറ്റ് ഡെൽവ്സ് ഡീപ്പ് ഇൻ യുവർ മൈൻഡ്. അതവിടെ എങ്ങനെ കിടക്കും കേട്ടോ. പിന്നെയും പിന്നെ ഇപ്പം ഇതിലിപ്പോൾ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ മേരി ഓഫ് ബഥാനി ഈശോയുടെ പാദത്തിൽ തൈലം പൂശുന്നു. ഓക്കെ, നമ്മളിത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, നമ്മൾ പല പ്രാവശ്യം ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. ബട്ട് ഇത് ഈ എപ്പിസോഡിലൂടെ ഒന്നും പോകുമ്പോൾ കാണാം ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഷീ ഈസ് എംപ്റ്റിയിങ് ദാറ്റ് ബോട്ടിൽ ഓഫ് നാർഡ് തൈലം. അത് ഷീ ഈസ് എംപ്റ്റിയിങ്. അതെന്ന് പറയുമ്പോൾ ആ എംപ്റ്റിയിങ് എന്നുള്ള വേർഡിൽ ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് മീനിങ്. അത് സെൽഫ്ലെസ് ലവ് ആണ്. ഷീ ഈസ് പോറിങ് ഔട്ട്. അപ്പോൾ പിന്നെ അച്ഛന് ഈ ഓരോ എപ്പിസോഡും ചെയ്യുന്നത് വളരെ ഒരു സ്ട്രക്ചേർഡ് പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ്. അത് ഭയങ്കര ഇംപ്രസീവാണ്. അതായത് നമ്മൾ ഇത് ന്യൂ ടെസ്റ്റമെൻറ്റിലേത് ഇത് നമ്മൾ വായിക്കുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പീഡാനുഭവ ചരിത്രം അത് നമ്മൾക്ക് കുറേ കേട്ട് നമുക്ക് ഉണ്ട്, പല ഐഡിയാസും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇത് അതിൽ അതിലാണ് സാധാരണയുള്ള ആ ട്രാക്കിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ജനറേഷനും അത് തന്നെയാണ് വേണ്ടത്. ഒരു വൈകാരിക തലങ്ങൾക്ക് അപ്പുറം കുറച്ചും കൂടി ഒരു ടീച്ചിങ് ആസ്ക് ചെയ്യുന്ന ഒരു തലമുറയാണ് നമുക്ക്. ഇവിടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഹൗ ഹീസ് ഏബിൾ, അതിന് ഈസ് ഗോട്ട് എ കൈൻഡ് ഓഫ് ഒരു പ്രത്യേക രീതിയിലാണ് ഹീസ് ട്രൈങ് ടു റീച്ച് ഔട്ട് ടു ദ ഹാർട്ട്, റീച്ച് ഔട്ട് ടു ദ മൈൻഡ്സ് ഓഫ് ദി പീപ്പിൾ. അത് ബുക്ക് വായിക്കുമ്പോഴും നമുക്ക് മിസ് പറഞ്ഞ അതേ ഭാഗം ഞാനും
ജസ്റ്റ് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്കും സ്ട്രൈക്ക് ചെയ്തിരുന്നു. അതിനകത്ത് മേരി ഈശോയുടെ പാദത്തങ്കൽ വന്നിരുന്ന് ഈശോയുടെ നാർദീൻ തൈലം ഈശോയുടെ പാദത്തിൽ പൂശുമ്പോഴും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത് വരാനിരിക്കുന്ന പീഡാനുഭവങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന്. അതാണ് ഇതിലൊക്കെ അതൊരു ഷീസ് പ്രസന്റഡ്, മേരി ഈസ് പ്രസന്റഡ് ഹിയർ ആസ് സൈലന്റ് പ്രോഫറ്റ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ഷീ ഫോർസീസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ജീസസ്. അപ്പോൾ ബെറിയലിന് മുൻപായിട്ട് സുഗന്ധത്തൈലം പുരട്ടുന്നതിന് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇത്. അപ്പോൾ I have never thought such things, you know. അപ്പോൾ I think many people will be feeling like that. അങ്ങനെയൊന്നും അത്രയും ഒരു വേറൊരു മാനത്തിലേക്ക്, വേറൊരു ഡയമെൻഷനിലേക്കുള്ള ചിന്ത വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു ഞാൻ വായിച്ചു വന്നപ്പോൾ കാണാനിടയായ ഒരു കോട്ടിങ് എനിക്ക് തോന്നുന്നു ഇവിടെ വായിച്ചിട്ടുണ്ട്. മേരി ലൗഡ് ആൻഡ് ജൂദാസ് കാൽക്കുലേറ്റഡ്. മറിയം സ്നേഹിച്ചു, യൂദാസ് കണക്കുകൂട്ടി. ആൻഡ് ഹി സ്റ്റേറ്റഡ് ദാറ്റ് കണക്കുകൂട്ടലുകളിലൊന്നും സ്നേഹമില്ല, സ്നേഹത്തിലൊന്നും കണക്കുകൂട്ടലുമില്ല. അത് അതിൽ ബൈബിൾ പാസേജിൽ പറയുന്നുണ്ടല്ലോ, ഈ വിലയേറിയ സുഗന്ധ തൈലമാണ്. അപ്പോൾ ജൂദാസ് പറയുന്നു ഇത് വിറ്റ് പാവങ്ങൾക്ക് സഹായിക്കാൻ. ഇറ്റ് ഈസ് നോ, വി നോ ഹീസ് ക്വൈറ്റ് എ ഗ്രീഡി പേഴ്സൺ. അപ്പോൾ അത് നന്മ ഉദ്ദേശിച്ചൊന്നും അല്ല പറഞ്ഞത്. അപ്പം അതാണ് അവന് ജൂദാസ് കണക്ക് കൂട്ടുകയാണ്. ഇവിടെ നോ സച്ച് എ തിങ്, സെൽഫ്ലെസ് ലവ്, അതിലാണ്. അപ്പോൾ ഇത് നമ്മൾ കേട്ട് നെക്സ്റ്റ് അച്ഛൻ ചെയ്യുന്നത് ഇതിങ്ങനെ പ്രസൻറ്റ് ചെയ്തു. പിന്നെ പഴയ നിയമത്തിൽ നിന്ന് ഓരോ എപ്പിസോഡ്സ് ഇതിനോട് റെലവൻ്റ് ആയിട്ടുള്ളത്, അത് എല്ലാ എപ്പിസോഡിലും ആ സ്ട്രക്ചേർഡ് പാറ്റേൺ ആണ്. പിന്നെ സാൽവേഷൻ ഹിസ്റ്ററിയിൽ ഇതിനുള്ള സിഗ്നിഫിക്കൻസ്, പിന്നെ സഭാപിതാക്കന്മാരുടെ പ്രബോധനം, പിന്നെ കത്തോലിക്ക സഭയുടെ പ്രബോധനം, ഇതൊക്കെ ചേർത്ത് പറഞ്ഞിട്ട് പിന്നെ ഹിസ് യൂഷ്വൽ ഒരു എക്സോട്ടേഷൻ, പ്രിയ യുവജനങ്ങളെ, എല്ലാ എപ്പിസോഡുകളിലും പ്രത്യേക യുവതലമുറയ്ക്ക് കൂടുതൽ ഒരു അപ്പീൽ ഹി മേക്സ്. അതൊക്കെ ഭയങ്കര. ആൻഡ് ഓൾസോ ഇത് എൻഡ് ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ പ്രയറിലാണ്. എല്ലാ എപ്പിസോഡും അങ്ങനെ കേട്ടോ. അത് ഭയങ്കര ടച്ചിങ് ആണ്. ആൻഡ് അഗൈൻ ഇറ്റ് ഈസ് കോണ്ടെക്സ്ച്വൽ. ഈ പെർട്ടിക്കുലർ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് ഇതിനകത്ത് ലാസ്റ്റിൽ ഒരു മെസ്സേജ് പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോന്നറിയില്ല. സീ യു ടു മസ്റ്റ് ക്യാരി യുവർ ബോട്ടിൽ ഓഫ് നാർഡ്. അപ്പോൾ നമ്മൾ ഓർക്കും എന്തേ ഉദ്ദേശിക്കുന്നത്, റെഡി ടു ഗിവ് ഇറ്റ് ഫോർ അതേഴ്സ്. നമ്മളും ഇങ്ങനെ ആ സുഗന്ധത്തൈലം ഉടച്ചൊഴിച്ചതുപോലെ നമ്മൾ നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് ഉടച്ച് ഒട്ടും ഷീസ് വേറൊരിടത്ത് പറയുന്നുണ്ട്, ഷീസ് എംറ്റിങ് ഔട്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും അങ്ങനെ അത്രയ്ക്ക് സ്വാർത്ഥതയോടെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. ആൻഡ് സോ ഐ ഫീൽ ദിസ് ബുക്ക് ഈസ് ഗോയിങ് ടു ഗൈഡ് എവരി പേഴ്സൺ. തീർച്ചയായിട്ടും ടീച്ചറെ, ഇതിനകത്ത് ഓരോ വരികളും അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും. നമ്മളെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഓരോ വരികളും നമുക്ക് ഒരു 10-20 മിനിറ്റിൻ്റെ പ്രസംഗമാക്കാൻ സാധിക്കുന്നതാണ്. അതെ, പണ്ട് ഞങ്ങൾക്ക് ഫ്രാൻസിസ് ബേക്കൺ ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ് ഉണ്ട്. അതിൽ പറയും ഓരോ സെൻറ്റൻസും ഇറ്റ് കുഡ് ബി ഡെവലപ്ഡ് ഇൻ ടു അനദർ എസ്സേ ആയിട്ട്. അതുപോലെയാണ് സിമിലർലി തോട്ട് കണ്ടന്റ്. പിന്നെ ഞാനിത് ഇങ്ങനെ വായിച്ചു വന്നപ്പം കുറേയധികം കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഇപ്പം പെട്ടെന്ന് മനസ്സിലോട്ട് വന്നതാണ്, എവിടെയോ കണ്ടതാണ്, ഞാൻ എൻ്റെ കണ്ണുടക്കിയത് പീലാത്തോസില്ല. പീലാത്തോസ് അതിന് ഭയങ്കര സുന്ദരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ആ ചാപ്റ്ററിൽ. അതൊരു റിമാർക്കബിൾ എപ്പിസോഡാണ് കേട്ടോ. എനിക്കൊന്നും അച്ഛൻ പറഞ്ഞു വെക്കുന്നത് സത്യം അറിയാവായിട്ടും മൗനം പാലിച്ചവനാണ് പീലാത്തോസ്. പലപ്പോഴും നമ്മുടെ ഇടയിൽ ഇന്ന് റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണത്. സത്യം, നന്മ ചെയ്യുന്നതിനപ്പുറം നന്മ ചെയ്യാതിരിക്കുന്നത്, സത്യം മറച്ചു വെക്കുന്നത്, പ്രൊക്ലെയിം ചെയ്യാതിരിക്കുന്നതൊക്കെ സത്യമാണെന്ന് അറിഞ്ഞിട്ടും. ഇവിടെ പീലാത്തോസിന് he knows pretty well that Jesus is innocent. പക്ഷേ പൊതുജനങ്ങളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ സ്ഥാനമാനത്തെ പേടിച്ചിട്ട് അത് പറയാതിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, വാഷിംഗ് ഓഫ് വൺസ് ഹാൻഡ്. അത് ഇന്ന് നമുക്ക് രാഷ്ട്രീയ സാമൂഹ്യ എല്ലാ മണ്ഡലത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിലുണ്ടല്ലോ
അത് ഈ ടോപ്പിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അച്ഛൻ്റെ ടോക്കിൽ ഹി ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് വേർഡ് പിക്ചേഴ്സ്. നമ്മളറിയാതെ നമ്മളങ്ങ് വിഷ്വലൈസ് ചെയ്ത് പോകും. അപ്പം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിലെ ഒരു വേൾഡ്ലി പവർ കിങ് ഓഫ് കിങ്സിൻ്റെ മുന്നിൽ. അപ്പം നമുക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടല്ലോ, കസേര വലിച്ചിട്ട് വലിയ അധികാരത്തോടെ പീലാത്തോസ് ഇങ്ങനെ ഇരിക്കുന്നു, ഈശോ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്നു. ആൻഡ് അഗെയിൻ ഹി ഈസ് കംപ്ലീറ്റ്ലി സൈലൻറ്റ്. അപ്പോഴെല്ലാം സൈലൻസ് ആണ് ജീസസിനെ അക്കമ്പനി ചെയ്യുന്നത്. അത് ആ വേർഡ് പിക്ചർ നമുക്ക് പിന്നെ മനസ്സിലങ്ങനെ തങ്ങിക്കിടക്കും കേട്ടോ. പിന്നീട് ബൈബിള് വായിക്കുമ്പോഴും നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ. നമ്മൾ വെറുതെ ബൈബിൾ പിന്നീട് റീഡിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ ദൃശ്യവും അദൃശ്യവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുർബാനയിലെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇമീഡിയറ്റ്ലി റഷ്യൻ കേട്ടോ, ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഒരു ഗ്രന്ഥകാരന് ഏറ്റവും വലിയ വിജയം. അത് തന്നെയാണ് ഒരു ഗ്രന്ഥകാരന്റെ. ആളുകളിലേക്ക് ആ പുസ്തകം ഇറങ്ങിച്ചെല്ലുക, അവരതിനെ ഉൾക്കൊള്ളുക, അവരതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്ന് പറയുന്നത് എല്ലാ എഴുത്തുകാർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടും വളരെ റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസും ഒക്കെ ഒരു സെന്റൻസ് ആണെങ്കിൽ അതിനെ ഒരു ധ്യാനമാക്കുകയാണ് ഓരോ ചാപ്റ്ററിൽ. ഇത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇത് ഷെയർ ചെയ്യുമായിരുന്നെന്ന്. അപ്പോഴൊക്കെ അവർ പറയുമായിരുന്നു, യോ എന്തോരം സബ്ലൈം തോട്ട്സാണ്. പിന്നെ വേറൊന്നുണ്ട്, ഇത്രയും ലോഫ്റ്റി സബ്ലൈം തോട്ട്സാണ് ഷെയർ ചെയ്യുന്നതിലും കൺവേ ചെയ്യുന്നതിലും he presents it in such a simple way. കോമൺ പീപ്പിളിന് പോലും പറ്റും. അതായത് കൈൻഡ് ഓഫ് ഹാർട്ട് ടു ഹാർട്ട് ടോക്ക്. അപ്പോൾ നമുക്കതങ്ങോട്ട് വല്ലാത്തൊരു റിസപ്റ്റീവ് മൈൻഡിലാണ് നമ്മളത് തന്നെ സ്വീകരിക്കുന്നത്. അതെ അതെ. ഇതിൻ്റെ സ്ട്രക്ചറും അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു വചനം, അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും അതിൻ്റെ ഉൾക്കാഴ്ചകളും അതിൻ്റെ പിന്നിലുള്ള വിവരങ്ങളും, പിന്നെ സ്പെഷ്യലായിട്ട് ഇതിനെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന പഴയ നിയമഭാഗങ്ങളും പുതിയ നിയമഭാഗങ്ങളും ഭയങ്കര അതിശയമാട്ടോ. ഈ ഓരോന്നും എടുത്തിട്ട് പഴയ നിയമ ഭാഗമായിട്ട് അതിൽ നിന്നുള്ളത് റെലവൻറ്റ് സിഗ്നിഫിക്കൻറ്റ് പാസേജസുമായിട്ട് കണക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതിന് രക്ഷാകര ചരിത്രത്തിലെ പ്രസക്തി അതെടുത്ത് കാണിക്കും. പിന്നെയാണ് ഈ ചർച്ച് ഫാദേഴ്സ്, സഭാപിതാക്കന്മാർ. അതും ഒരു വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ. നമുക്കൊന്നും ഇങ്ങനെ ഇത്രയും ചർച്ച് ഫാദേഴ്സ് അത് ഏർലി സെഞ്ച്വറീസിലെയാണ് കേട്ടോ. ഈ ക്രിസോസ്റ്റം തിരുമേനി, ആകെ അറിയാവുന്നത് ഒരു അഗസ്തിനോസ്, സെയിൻറ്റ് അഗസ്റ്റിൻ, അത് നമുക്കറിയായിരുന്നു. ഇരണേവൂസ്, എഫ്രേം പിതാവിൻ്റെ കോട്ടുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഇങ്ങനെ ഭയങ്കര പൊയറ്റിക്കലാണ് കേട്ടോ. അത് നമുക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, ഓരോ എപ്പിസോഡും നമുക്ക് പിന്നെ ഇരുന്ന ഓരോ സെൻറ്റൻസും, ഓരോ എപ്പിസോഡിലുള്ള ഒരു സെൻറ്റൻസ് എടുത്താലും നമുക്ക് ചിന്തിക്കാനായിട്ട് ധാരാളമാണ്. അതന്നെ ചാപ്റ്ററിനെ കറക്റ്റ് കണക്ട് ചെയ്യുന്ന പോയിന്റും ആയിരിക്കും ഈ കോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ CCCയിൽ നിന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കോട്ട് ചെയ്യുന്നു. ട്രൂലി അപ്രീഷിയേറ്റഡ് ആണ് ഈ ഒരു എഫേർട്ട് ബിഹൈൻഡ് ദിസ്, ഓരോന്നും കണക്ട് ചെയ്യാനുള്ളത്. എന്താ പറയാ, such a great effort he has put in. അതെ, തീർച്ചയായിട്ടും. ഇത്രയും നല്ലൊരു പഠനം വേണമല്ലോ ഇത്രയും നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ. And again that was for long 50 days. And in between, he was giving us some special episodes, prayer, fasting, then alms giving, അങ്ങനെ വേറെ സ്പെഷ്യൽ എപ്പിസോഡ്സും ഇതിന് സപ്ലിമെൻ്ററി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പെട്ടെന്ന് ഇറങ്ങിയ പുസ്തകം ഇപ്പോൾ ഇറങ്ങിയതാണ്. 2026 നോമ്പ് കാലഘട്ടത്തിൽ പങ്കുവെച്ച ചിന്തകൾ പുസ്തക രൂപത്തിലാക്കി. പക്ഷെ ഇതിന് പിന്നിൽ എത്ര വർഷങ്ങളുടെ ഒരു എഫേർട്ട് ഉണ്ടായിരിക്കും അല്ലേ, ഇത് പഠനങ്ങളുടെ അധ്വാനത്തിൻ്റെ. ടീച്ചിങ് മിനിസ്ട്രിക്ക് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരാളാണ്. And again, that is ശരിക്കും ഒരു ഗിഫ്റ്റ് ഫ്രം ദി അബവ് നമ്മൾ പറയില്ലേ. പിന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും ഈ പഠനങ്ങൾക്കപ്പുറം
വെരി കോമൺ മാൻ വായിച്ചാലും അവരുടെ ജീവിതത്തിനെ ഇതെങ്ങനെ കണക്ട് ചെയ്യാം, പിന്നെ അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലെ, റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി ഓരോ എപ്പിസോഡിലും അതന്നെ ഒക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹൗ വി ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് ഡെയിലി ലൈഫ്. നമുക്കിനി പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരാം. അതെ അതെ. അപ്പോൾ ഞാനും ഇങ്ങനെ പലപ്പോഴും ഓർക്കും ഇതെങ്ങനെയായിരിക്കും പ്രാക്ടിക്കൽ ലൈഫിൽ കണക്ട് ചെയ്യുക. അതിൻ്റെ എങ്ങനെ ബ്യൂട്ടിഫുള്ളി ഇതിപ്പം ഈ എന്താണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പീലാത്തോസിന്റെ ഇത് പറയുന്നത് ചാപ്റ്റർ 18 ആണെന്ന് തോന്നുന്നു പിലാത്തോസിന്റെ മെൻഷൻ ചെയ്യുന്ന. അതില് അത് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നതുണ്ടല്ലോ, നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് എങ്ങനെ ഈ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ട് നമ്മൾ സത്യത്തെ കണ്ടാലും അറിയാത്ത മട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഓർക്കും എന്തിനാ ഇപ്പം ഇത് പറഞ്ഞിട്ട് വി ക്യാൻ റിമെയിൻ ഓൺ ദ സേഫ് സൈഡ്. അങ്ങനെ നമ്മൾ സത്യത്തെ ഇവേഡ് ചെയ്യുന്ന ഒരുപാട് അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണേലും നമ്മൾ പലപ്പോഴും വിചാരിക്കുകയല്ലേ, ഞാൻ എന്തിനാ ഇപ്പം ഇതിനകത്ത് സോ ആ പീലാത്തോസ് നമ്മളിലും ഇന്ന് ജീവിക്കുകയാണ്. അതാണ് അതുപോലെ ഈ നേരത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞ യൂദാസ്, നമ്മളിലും ആ യൂദാസ് കാൽക്കുലേറ്റീവ് ആണ്. അത് ചെയ്താൽ എനിക്കെന്ത് കിട്ടും, ഇതിൻ്റെയൊക്കെ ബേസിക്കായിട്ട് ആ സ്വാർത്ഥതയാണ്. അത് കറക്റ്റായിട്ട് നമ്മളിലേക്ക് അത് കൊണ്ടുവരാൻ ഒന്ന് വിചിന്തനം ചെയ്യുവാനും ഈ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും പോസിറ്റീവ്. എനിക്കൊന്ന് എല്ലാവരും ഇത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് മാർഗം എന്ന് പറയുന്നത്. ഇത് ചെയ്തെല്ലാം കഴിഞ്ഞു, ഈ ബുക്ക് എനിക്ക് കിട്ടി. ഇതിങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാണ്, ഞങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്തെ എക്സാം ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പോസിബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അവർക്കെല്ലാം പറഞ്ഞു കൊടുത്ത് ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയുകയും പുട്ട് ദാറ്റ് നോട്ട്സ്, സ്റ്റഡി വെൽ ആൻഡ് ദെൻ കീപ് ഇറ്റ് അണ്ടർ യുവർ പില്ലോ, ജസ്റ്റ് സോ ദാറ്റ് ഇറ്റ് വിൽ. എന്താണ് അതുകൊണ്ട് ലിറ്ററൽ മീനിങ് നമുക്ക് പറയാൻ പറ്റില്ല. കീപ് ഇറ്റ് സോ ദാറ്റ് യു റിമെയിൻ ഇൻ ടച്ച് വിത്ത് ഇറ്റ്. അതേപോലെ എനിക്കിത് പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ, കീപ് ഇറ്റ് അണ്ടർ യുവർ പില്ലോ. ശരിക്കും ഒരു ലൈഫ് ഗൈഡാണ്, ലൈഫ് ഗൈഡ്. അതുപോലെ തന്നെ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ പെട്ടെന്ന് കണ്ണുടക്കിയ ഒരു ഭാഗം, ഒരു ശീർഷകത്തെ തന്നെയാണ് എനിക്ക് കണ്ണ് ഉടക്കപ്പെട്ടത്. ശിരസ്സാകുന്ന അധ്യായം 37 ശിരസ്സാകുന്ന മിശിഹ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി പിതാവിനോട് നിലവിളിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടുന്നു. അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന വ്യഥയുടെ പാരമ്യം, ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവം, അതിൻ്റെ വ്രണിതവേദന മുഴുവൻ മുഴങ്ങുന്ന ഒരു വിലാപമാണ് നമ്മൾ കേട്ടത് എന്ന് കാൽവരിയിൽ. ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ട് നഗ്നനായി കാൽവരിയിൽ കിടന്ന് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു എന്ന് ഉറക്കെ നിലവിളിക്കേണ്ടി വരിക. ദൈവപുത്രന്റെ മുറിവിൽ നിന്നുണ്ടായ ഒരു ശബ്ദമായിട്ടാണ് ഇതിനെ പറയുന്നത്. വളരെ സ്ട്രൈക്കിംഗ് ആണ്. പറയുന്നത് the most poignant cry that has come from Jesus. ആ സപ്തവാക്യങ്ങളിൽ പെടുന്ന ഒന്നാണല്ലോ ഇത്. കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ സപ്തവാക്യങ്ങളിൽ പെടുന്ന ഒരെണ്ണമാണിത്. അത് പല തരത്തിലും അത് ഇൻ്റർപ്രറ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അത് യേശു തൻ്റെ നിരാശയിൽ നിന്നും ഉരുത്തിരിയുന്ന കരച്ചിലാണ് എന്നൊക്കെയുള്ള ചില ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് സങ്കീർത്തനം 22 അന്നത്തെ യഹൂദ രീതി അനുസരിച്ച് പറയുന്നത്, നമ്മൾ ഒരു സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 ലൈൻ ചെല്ലുന്നത് മുഴുവനും ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലം കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ആ പറയുന്നത് സങ്കീർത്തനം 22. അപ്പോൾ ആ സങ്കീർത്തനത്തിന് വേറൊരു പ്രത്യേകതയുള്ളത്, അത് തുടങ്ങുന്നത് ഒരു രോദനത്തിലാണെങ്കിലും അത് അവസാനിക്കുന്നത് പ്രത്യാശയിലാണ്. അപ്പോൾ ആ കുരിശിലും അതാണല്ലോ, ആ വേദനയുടെ എല്ലാ പാരമ്യത്തിലും നിന്നും നമ്മൾക്ക് പ്രത്യാശയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊരു ഭാഗമായിട്ട് തന്നെ ഒരെണ്ണം ഒരൊറ്റ സെൻറ്റൻസ് അത് വെച്ചിട്ട് ഇങ്ങനെയാണ് അത് പറയുന്നത്, ദ അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ ഓഫ് ദ സഫറിങ് സെർവൻസ് കപ്പാസിറ്റി ടു എൻഡ്യൂർ. അതിൽ ഞാനൊക്കെ പണ്ട് ഇത് കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈശോ കുരിശിൽ കിടന്ന്
ഇത്രയും പീഡകൾ സഹിച്ചു, കുരിശു വഹിച്ചുകൊണ്ട് വന്നു. ആ കുരിശിൻ്റെ വഴിയിലെ യാതനയും പീഡനയും, തലേദിവസം രാത്രിയിലത്തെ ഫിസിക്കൽ, അതൊക്കെ കൊണ്ടാണ് ലാസ്റ്റ് ഇങ്ങനെ കുരിശിൽ കിടന്നു. ആക്ച്വലി അതല്ല. വാട്ട് ഹി മീൻസ് ഈസ്, ആ പറഞ്ഞു, ഇറ്റ് ഈസ് ദ വെയിൽ ഓഫ് എ പേഴ്സൺ ഹു ഹാസ് എക്സ്പീരിയൻസ്ഡ് ഐസൊലേഷൻ അറ്റ് ഇറ്റ്സ് അബ്സല്യൂട്ട് സെൻറ്റർ. അപ്പോൾ ആ ഐസൊലേഷൻ എന്ന് പറയുമ്പോഴും പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്, ഓ കുരിശിൽ ഈശോ ഒറ്റയ്ക്ക് ഇങ്ങനെ സഹിക്കുന്നു. അതല്ല, അതിന് ഒരുപാട് ഇന്നർ ഡെപ്ത് ഓഫ് മീനിങ് ഉണ്ട്. അതായത് ഈശോ ഈ ലോകത്തിൻ്റെ പാപഭാരം മുഴുവനുമാണ് ഏറ്റിരിക്കുന്നത്. ആ പാപഭാരം എപ്പോഴും, പാപം ഒരു സെപ്പറേഷനെ ഉണ്ടാക്കും. നമ്മൾ പാപം ചെയ്യുമ്പോൾ what is the separation happens? We are moving, we are drifting away from God. അപ്പോൾ അതേപോലെ ഈശോ ഈ ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ സ്വയം പേറിയപ്പോൾ ഹീ ഈസ് ഡ്രിഫ്റ്റിംഗ് അവേ. ഒരു ടെമ്പററി സെപ്പറേഷൻ ദൈവവുമായിട്ടുണ്ടാകുന്നു. അതിൽ നിന്നും ഉണ്ടാകുന്ന കഠിന വേദന, ആ ഐസൊലേഷൻ, അതാണ് ഈ കരച്ചിലായിട്ട് വരുന്നത്. അയ്യോ, എന്തൊരു സോളിഡ് തോട്ടാണ് അതൊക്കെ. എന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഈ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് ഷിപ്പ്, അത് അവിടെ വായിച്ചിരുന്നോ? അത് ഭയങ്കര ടച്ചിങ് ആണ് കേട്ടോ. ദാറ്റ് യു വിൽ നെവർ ഫൊർഗെറ്റ് വൺസ് യു. അതായത് അതിങ്ങനെ ഇത് കാണാതെ പോയ ആടിനെ, അത് പേജ് 188 കാണാതെ പോയ ആടിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അത് പെട്ടുപോയ കുറ്റിക്കാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആടിൻ്റെ ദേഹത്ത് മുറിവേൽക്കാതിരിക്കാനായിട്ട് ഈ ആട്ടിടേൻ ഇങ്ങനെ കോരിയെടുക്കുന്നു. അപ്പോൾ ആ മുള്ളും വേദനയും എല്ലാം ആട്ടിടേനാണ് കിട്ടുന്നത്. ഓ, എന്തൊരു, എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് കേട്ടോ. ഐ വാസ് നെവർ ഡീപ്ലി മൂവ്ഡ് ലൈക്ക് ദിസ്. അത്രയ്ക്കും ഇൻഫ്ലുവൻസ്ഡ് ആയി ഞാനിത്. അത് ഇത് പറയാമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി അത് എൻ്റെ ജീവിതത്തിൽ അത് ഐ എം എക്സ്പീരിയൻസിങ് ദാറ്റ് ചേഞ്ച് കേട്ടോ. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഐ വാസ് ത്രോൺ ഇൻ ടു എ കൈൻഡ് ഓഫ് ഡിജക്ഷൻ, ലോൺലിനെസ് ഒക്കെ ഉണ്ടായി. പക്ഷേ once I traveled through this margam, see now it is not loneliness I am experiencing, but it is solitude. അപ്പം loneliness is entirely different from solitude. That is a higher level. അതുകൊണ്ട് ഇപ്പോൾ എന്നോട് പലരും ചോദിക്കും, ഇപ്പോൾ എങ്ങനെ, ഹൗ യു ഫീൽ? ഐ എം പെർഫെക്റ്റ്ലി ഹാപ്പി കേട്ടോ. ഐ എം പെർഫെക്റ്റ്ലി ഹാപ്പി. കാരണം അങ്ങനെ ഒരു മാർഗത്തിലേക്ക് വന്നു. എക്സാക്ട്ലി സ്പീക്കിംഗ്, എനിക്ക് അതിൽ കൂടുതലൊരു ടെസ്റ്റിമണി പറയാനില്ല. അതുപോലെ റെക്കൺസീലിയേഷൻ, ആ തീം, ഓ എവറി നൗ ആൻഡ് ദെൻ ഓൾമോസ്റ്റ് ഇൻ എവറി ചാപ്റ്റർ അതുണ്ട്. ഒരു നമ്മൾ നീലിംഗ് ലവ്, ഒരാളുടെ മുന്നിൽ നമ്മൾ നീലി ചെയ്യുമ്പോൾ വി ആർ നോട്ട് ലോവറിങ് അവേഴ്സെൽസ്. അത് ജീസസ് ഹിംസെൽഫ് ഹാസ് ഷോൺ ദാറ്റ് എക്സാമ്പിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു മീൻസ് ഒരു റെക്കൺസീലിയേഷൻ്റെ പാത്തിലേക്ക് ഒക്കെ വരാനായിട്ട് നാച്ചുറലി ഇറ്റ് വിൽ ഹാപ്പൻ. ടീച്ചർ പറയുന്ന നീലിംഗ് ലവ് വളരെ ഭംഗിയായിട്ടൊരു ചാപ്റ്ററിൽ അച്ഛൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അധ്യായം 13 മറ്റുള്ളവരുടെ മുൻപിൽ മുട്ടുകുത്തുന്നവർ ക്രിസ്തുവിന്റെ നിഴൽ ഉള്ളിൽ വഹിക്കുന്നു. അങ്ങനെ നമ്മുടെ അനുദിന ജീവിത വ്യാപാരങ്ങളിൽ എന്ന് പറയുന്ന ഒരു ഖണ്ഡികയിൽ പറയുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ആരുടെ മുൻപിൽ, നമ്മുടെ കുടുംബത്തിന്റെ മുമ്പിൽ, കൂട്ടുകാരുടെ കുടുംബത്തില് ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യ, അതൊന്നും ഒരു ഇറ്റ് ഈസ് നോട്ട് ലോവറിങ് ദംസെൽസ്. എന്ത് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള തോട്ടാണ് അത്. അതുകൊണ്ട് തന്നെ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു കണക്ഷൻ തോന്നും. അതാണ് വചനങ്ങളോടും നമുക്കൊരു ഒരു ഇതൊക്കെ. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതെല്ലാം ഒരു വിഷ്വലൈസ് ചെയ്ത വേർഡ് പിക്ചേഴ്സാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നല്ല ആഴത്തിൽ പതിയും. ആൻഡ് അഗെയിൻ ടു ടീച്ച്, ഇങ്ങനെ
ഭയങ്കര ബൊംബാസ്റ്റിക് ലൗഡ് വോയിസിലൊന്നും പറയണ്ട. അതെ, ദ വേ ഫാദർ ജിസൺ ടോക്സ് വെരി സബ്ഡ്യൂഡ് ആൻഡ് അഗെയിൻ ഫുൾ ഓഫ് പോസിറ്റിവിറ്റി. വേറൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, അത് ഒരു ചാപ്റ്ററിൽ അത് വരുന്നുണ്ട്. അതായത് പറയുന്നുണ്ട്, നമ്മളൊക്കെ വി ആർ ഓൾ സിനേഴ്സ്, നമ്മളൊക്കെ പാപികളാണ്, നമ്മളെ ആരാണ് അത്ര പെർഫെക്റ്റ്? അങ്ങനെ ഒരു ചിന്ത കേട്ട് കഴിയുമ്പോൾ ഓക്കെ, നമ്മൾ വി സെറ്റ് ഇറക്റ്റ്, ഓക്കെ നമുക്കും പാപങ്ങളുണ്ട്, പക്ഷേ ഒരു സ്കോപ്പ്, പ്രത്യാശ വരികയാണ്. ആ സമയം നിങ്ങൾ പാപികളാണ്, നിങ്ങൾ അനുദപിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, നമ്മൾ ഗോൺ കേസായി. പക്ഷെ അതല്ല, ഇത് ഭയങ്കര ഒരു, എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചാപ്റ്ററിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സമൂഹമല്ല, ക്രിസ്തു ഊട്ടാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ്, ക്രിസ്തു ഊട്ടുന്ന ഒരു കൂട്ടായ്മയാണ് സഭ എന്ന്. പെർഫെക്ഷനിസ്റ്റിന്റെ ക്ലബ് അല്ല, അത് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏത് അധ്യായമാണ് ക്ലബ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്റെ ഓർമ്മയില്. അപ്പം അതൊരു ഭയങ്കര നമുക്ക് വി ഫീൽ ഒരു അറ്റീസ് ഫീൽ കിട്ടും. ഓക്കെ, എല്ലാവരും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ബലഹീനരാണ്, നമുക്കൊരു പ്രത്യാശ, നമുക്ക് രക്ഷപ്പെടാം, സാൽവേഷൻ. ആ ഒരു നല്ലൊരു ചിന്തയല്ലേ അത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ബുക്ക് മൊത്തം ഒരു വൈകാരിക തലത്തിനപ്പുറം നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്ന ബുക്കാണ്. നമ്മളും ഇൻക്ലൂഡഡ് ആണ്, നമ്മളെയും മാനിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു അത് തന്നെയാണ് ഇതിന്റെ വിജയവും എന്ന് പറയുന്നത്. ഒരു വൈകാരിക തലം, ഇമോഷണൽ ആയിട്ട് നമ്മളെ കണ്ടമാനം ഡാമേജ് ചെയ്ത് കൊണ്ടുവരാതെ ഒരു സാധാരണ നമുക്കിങ്ങനെ പീഡാനുഭവ ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ അങ്ങ് കൈൻഡ് ഓഫ് ഒരു മെന്റൽ ടോർച്ചർ പോലെയും ഒക്കെ അങ്ങായി പോവുകയാണ്. അതൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ ടെമ്പററിയാണ്, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഗോൺ. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഒരു ഡീപ്പ് ഇൻസൈഡിലേക്ക് അതിങ്ങനെ വളരെ സാവകാശം, ജസ്റ്റ് ലൈക്ക് എ ജെന്റിൽ ബ്രീസ്, ഒരു ജെന്റിൽ ബ്രീസ് വന്ന് നമ്മളെ ഇങ്ങനെ തൊട്ട് തലോടി പോകുന്നത് പോലെ ഈ തോട്ട് സീക്വൻസ് ഇങ്ങനെ വരുമ്പോൾ we can the only thing remains is fall into this path, walk along this way. കുറച്ചും കൂടെ ദൈവത്തിലേക്ക് തിരിഞ്ഞു നടക്കാൻ തീർച്ചയായിട്ടും ഇത് നമ്മളെ പ്രചോദിപ്പിക്കും. വാക്കിംഗ് ടുവേഴ്സ് ഇറ്റേണിറ്റി. എങ്ങനെയാണ് ഓരോ ദിവസവും തുടങ്ങുമ്പോൾ പറയുന്നത്, മാർഗം ദ വേ ഫ്രം ആഷസ് ടു അല്ലേലൂയ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ്. അങ്ങനെ പറഞ്ഞാണ് അച്ഛൻ തുടങ്ങുന്നത്. അപ്പം വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ്, ഓക്കെ, വൺ ഹാൻഡ് ഹോൾഡിങ് ഫാദർ ജിസൺസ്, അങ്ങനെ ഒരു ഫീലിലാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ശരിക്കും അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മൾ ഹോളി ലാൻഡിലേക്കുള്ള യാത്ര പോലെ അച്ഛൻ്റെ കൂടെയുള്ള ഒരു സ്പിരിച്വൽ പിൽഗ്രിമേജ് ആയിരുന്നു കാൽവരിയിലേക്കുള്ളത്. ഇറ്റ് ഈസ് ഇൻ്റലക്ച്വലി റിഗ്രസ് ആണ്, പക്ഷേ ഇമോഷണലി അപ്പീലിംഗ് ആൻഡ് സ്പിരിച്വലി എൻലൈറ്റനിങ് അതിലാണ്. ആൻഡ് അഗെയിൻ he could with a very ease, he could connect, of course, വലിയ തിയോളജിയാണ് ഇതിൻ്റെ ബേസ്, തിയോളജിയാണ്. ബട്ട് and then he has got a particular way of ഒരു പെർഫെക്റ്റ്, നമ്മൾ പറയില്ലേ മാസ്റ്റർ ഗുരു എന്നൊക്കെ പറയുന്നത് പോലെ, ലൈക്ക് എ പെർഫെക്റ്റ് മാസ്റ്റർ ഗുരു വിത്ത് എ സയൻറ്റിഫിക് പ്രിസിഷൻ, ക്ലാരിറ്റി. ആൻഡ് അഗെയിൻ ഹി ഹാസ് ഗോട്ട് ഒരു മെത്തഡോളജി ഉണ്ട്, ക്ലാസ് റൂം സ്റ്റൈൽ ടീച്ചിങ് മെത്തഡോളജി. ക്വസ്റ്റ്യൻസ് ചോദിക്കും, അങ്ങനെയാണ്. അതിലൂടെയൊക്കെ ഉണ്ടല്ലോ ഹി വാസ് ബ്രിഡ്ജിങ് തിയോളജി വിത്ത് ഡെയിലി ലൈഫ്. ആൻഡ് ഹി വാസ് എക്സോർട്ടിങ് അസ് ടു സഫർ വെൽ. അതാണ് ഇതിൻ്റെ എല്ലാം, ടു സഫർ വെൽ ബൈ പുട്ടിങ് ഓർ ബൈ റിമെയിനിങ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രോസ്. എല്ലാം കുരിശിലേൽപ്പിക്കുക. ആ ഒരു ചിന്ത ബ്യൂട്ടിഫുള്ളി ഹി ഹാസ് കൺവേയ്ഡ് ത്രൂ ദിസ് മാർഗം. എല്ലാവരിലേക്കും, വായിക്കുന്ന എല്ലാ പ്രേക്ഷകരിലേക്കും ഇറങ്ങിച്ചെന്ന്
അവരെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നാണെന്ന് ടീച്ചറിന് തോന്നിയിട്ടില്ലേ? അയ്യോ, തീർച്ചയായിട്ടും. ഞാൻ മാർഗം എപ്പിസോഡ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, പല ആളുകളും ആവശ്യപ്പെട്ടു തുടങ്ങി. എൻ്റെ ഇങ്ങനെ ഒരു 20 എപ്പിസോഡ്സൊക്കെ ആകുമ്പോഴേക്കിനെ ആളുകൾ കമൻസിൽ ഇടാൻ തുടങ്ങി, ഇത് പുസ്തക രൂപത്തിൽ ആക്കി കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ ഞാനത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി ഇത് നോട്ട് ചെയ്യുന്നയാളാണ്, നോട്ട്സ് എഴുതുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇനി ഞാൻ നോട്ട് എഴുതണോ, അത് പുസ്തകമായിട്ട് വരുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ആൻഡ് അഗൈൻ ഇറ്റ് ഈസ് എല്ലാം ഒക്കെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ നമ്മൾ പറയില്ലേ, അതുപോലെ ഇതിൻ്റെ ഇംഗ്ലീഷ് മലയാളം കോപ്പികൾ ഇത് എഡിറ്റ് ചെയ്യാനും പ്രൂഫ് റീഡ് ചെയ്യാനും കുറേ ഭാഗമൊക്കെ റീറൈറ്റ് ചെയ്യുകയും കുറച്ച് ഭാഗമൊക്കെ ട്രാൻസ്ലേറ്റ് എടുത്തു. അതൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ എനിക്കൊരു വീഡിയോ ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് കേൾക്കാനായിട്ട് അത്ര താല്പര്യം ഉള്ള ആളല്ല. പക്ഷേ ഐ ക്യാൻ ടെൽ യു ഹൗ മെനി ടൈംസ് ഞാനത് വീണ്ടും ആ റെക്കോർഡ് കേട്ടു. അപ്പോൾ ഇത് വായിക്കും തോറും നമുക്ക് ഇതിനോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടിക്കൂടിയാണ് വരിക. അതുകൊണ്ട് ഞാൻ പറയും, എല്ലാവരും ഇത് വാങ്ങിക്കണം. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് കീപ്സേക്ക് ആൻഡ് എ പെർഫെക്റ്റ് ഗിഫ്റ്റ്. ഞാൻ ഇത് കോപ്പികൾ ഞാനൊരു 30 കോപ്പീസ് ഞാൻ ഇംഗ്ലീഷ് കോപ്പീസ് ഞാൻ ഓർഡർ കൊടുത്തു. എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും പിന്നെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാം. അപ്പോൾ ചിലർ പറയുന്നു മലയാളം അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മലയാളം ബുക്കിനും കൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. സോ ഇത് എല്ലാവരിലേക്കും ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെയുള്ള എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, ഇറ്റ് ഷുഡ് റീച്ച് ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ. മാഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു യൂത്ത് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഇത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇന്നിൻ്റെ ആവശ്യമാണ് ഈ പുസ്തകം തന്നെ. യൂത്തിനോ എല്ലാ എപ്പിസോഡിലും ഉണ്ട് കേട്ടോ. അതെ, എല്ലാത്തിലും അവസാനം കോട്ടിംഗ് ഉണ്ട്, പ്രിയ യുവജനങ്ങളെ, ഡിയർ യൂത്ത് എന്ന് പറഞ്ഞ് എല്ലാ ചാപ്റ്ററിലും 50 ചാപ്റ്ററിലും യൂത്തിനെ അഡ്രസ്സ് ചെയ്ത് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒബ്വിയസ്ലി ഇത് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതെ, ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ ദി older generation like me, for youngsters like you too. എനിക്കൊക്കെയുള്ള ഒരു ഡെയിലി ലൈഫിലേക്ക് പറ്റിയ പെർഫെക്റ്റ് ഗൈഡൻസ്. പിന്നെ പറയുന്നുണ്ട് ഈ ഒരുപാട് ഇനിയും പറയാനുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒക്കെ റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ ആളുകൾ മടിക്കുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ബ്രേക്ക് ആവുന്നു. അങ്ങനെ ഫോർ എവറി കോണ്ടെക്സ്റ്റ്, ഏത് കോണ്ടെക്സ്റ്റിലേക്കും യുവജനങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഗൈഡാണ്. റെമഡി ഇതിലുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ സകല പ്രേക്ഷകരിലേക്കും എത്തുന്നതിൽ കൂടുതൽ ക്രിസ്ത്യാനിറ്റിയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് എത്തിപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്കാണ് ഇത് കൂടുതൽ പ്രയോജനകരമാകുന്നത്. നെയ്വായിട്ട് വായിച്ചു വിടാതെ ക്രിസ്ത്യൻ ലൈഫിനെ സീരിയസ് ആയിട്ട് ടേക്ക് ചെയ്ത് ഡീൽ ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഇത് എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബുക്ക് തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിലുടനീളം ഒരു ഗൈഡ് തന്നെയായിരിക്കും മാർഗം എന്ന് പറയുന്ന, നോ ഡൗട്ട് ഒരു മാർഗദർശിയായിരിക്കും ഈ പുസ്തകം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും വായിക്കണം, ഓർഡർ ചെയ്യണം. ഫീഡ് മൈ ഷീപ്പിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് 9847984746 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ഇത് വായിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ബുക്ക് വായിക്കണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. നന്ദി. ഓക്കെ, താങ്ക് യു.